അസ്സലാമു അലൈക്കും. എല്ലാവർക്കും അസാസ് ഫുഡ് മാജിക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പാൽപ്പത്തിരി. ഇതൊരു സ്വീറ്റ് ആയിട്ടുള്ളൊരു ഡിഷാണ്. നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കിയാലോ. ബൗളിലേക്ക് നമ്മൾ 6 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ മുട്ടയിലേക്ക് 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 6 മുട്ടക്ക് നമ്മളിവിടെ 1/4 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അല്പം ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ദോശ ഒന്ന് ചുട്ടെടുക്കാം. ചൂടായ ദോശത്തവയിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ദോശ ഒന്ന് ചുട്ടെടുക്കാം. നമ്മൾ ഏത് പാത്രത്തിലാണോ ഈ ഒരു പാൽപ്പത്തിരി റെഡിയാക്കുന്നത് ആ ഒരു പാത്രത്തിന്റെ സൈസിനനുസരിച്ചിട്ടുള്ള ദോശയാണ് കേട്ടോ ചുട്ടെടുക്കേണ്ടത്. കുറച്ച് നെയ്യ് നമ്മളൊന്ന് ദോശന്റെ മുകളിലൊന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ദോശ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ദോശ അങ്ങനെ ഒരുപാടൊന്നും മൊരിയേണ്ട ആവശ്യമില്ല. ഇതുപോലെ ആയി കിട്ടിയാൽ മതി. ഇതുപോലെ ആയാൽ നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. വീണ്ടും നമ്മൾ അടുത്ത ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. അല്പം നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. നമുക്കൊരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ട് ഇത് ഇവിടെ ഒന്ന് തുടച്ചു കൊടുക്കണം കേട്ടോ. കാരണം നമ്മൾ ഈ ഒരു നെയ്യ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഈ ദോശ ഇതിലേക്ക് ഒഴിക്കുന്ന സമയത്ത് ഇതിൻ്റെ ബാറ്റർ നമുക്കൊരു ദോശയായിട്ട് നമുക്ക് ഷേപ്പായിട്ട് കിട്ടില്ല. അപ്പോൾ ഓരോ സമയവും നമ്മൾ ദോശ ചുട്ടെടുത്ത് കഴിഞ്ഞാൽ ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ട് ഒന്ന് തുടച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ ദോശയെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. മുകൾ വശം ഇതുപോലെ ആയാലാണ് നമ്മൾ ദോശ തവയിൽ നിന്ന് പ്ലേറ്റിലേക്ക് മാറ്റേണ്ടത്. എനിക്കിപ്പോൾ ഇവിടെ 12 ദോശ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു 6 മുട്ട വെച്ചിട്ട് എനിക്കിവിടെ 12 ദോശയാണ് കിട്ടിയിട്ടുള്ളത്. നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഞാനിവിടെ ഈ ഒരു പാത്രത്തിലാണ് നമ്മുടെ പാൽപ്പത്തിരി റെഡിയാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഷേപ്പ് അങ്ങനെയാണ്. അടിവശം കുറച്ച് ചെറുതും മുകളിലേക്ക് വരുമ്പോൾ കുറച്ചൊരു വീതിയായിട്ടാണ് ഈ ഒരു പാത്രം വരുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാനിവിടെ ദോശ ചുട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ പാത്രത്തിൻ്റെ ഷേപ്പ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ദോശയുടെ വലുപ്പത്തിൽ വ്യത്യാസം വരുത്താം. നമ്മുടെ പാൽപ്പത്തിരി റെഡിയാക്കുന്ന പാത്രം ഞാനിവിടെ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച കാഷ്യൂസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കിസ്മിസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് വറുത്ത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ കാഷ്യൂസും കിസ്മിസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമ്മൾ പാൽപ്പത്തിരിക്കുള്ള പാലിന്റെ മിക്സ് റെഡിയാക്കി എടുക്കുകയാണ്. അതിനായിട്ട് നമ്മളൊരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് 1.5 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പാലും മുട്ടയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു ചെറിയ സ്പൂൺ ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ്. പഞ്ചസാര നമ്മൾ പൊടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് പാലിലേക്ക് പെട്ടെന്ന് മിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. കാരണം നമ്മൾ ദോശയിലൊന്നും പഞ്ചസാര ചേർത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പാലിൻ്റെ മിക്സിലേക്കാണ് മധുരം ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മധുരം എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അല്പം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മളിവിടെ പാൽപ്പത്തിരി റെഡിയാക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കാഷ്യൂസും കിസ്മിസും നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്ത നെയ്യ് ഇതിലുണ്ട്. ആ നെയ്യാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പാത്രത്തിലുള്ളത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പാലിൻ്റെ കൂട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ദോശ വെച്ച് കൊടുക്കുകയാണ്. വീണ്ടും നമ്മൾ ആ ഒരു പാലിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഓരോരോ അടുക്കുകളും ചെയ്തെടുക്കുക. ആദ്യം നമ്മൾ പാലിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക, പിന്നെ ദോശ, പിന്നെ വീണ്ടും പാലിൻ്റെ മിക്സ്. ഓരോ അടുക്കുകളും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. അടുക്കുകളും റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു 1/2 കപ്പ് പാലും കൂടി നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ചേർത്ത 1.5 കപ്പ് പാൽ ഇതിന് മതിയായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 1/2 കപ്പ് പാൽ, അങ്ങനെ ടോട്ടൽ നമ്മൾ ഇതിലേക്ക് 2 കപ്പ് പാലിൻ്റെ മിക്സാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്.
അപ്പോൾ ഏറ്റവും അവസാനം ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ നെയ്യിൽ മൂപ്പിച്ച് വെച്ച കാഷ്യൂസും കിസ്മിസും ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഈ ഒരു റെഡിയാക്കി വെച്ച ദോശയെല്ലാം നമ്മുടെ ഈ ഒരു പാലിൻ്റെ മിക്സിൽ നന്നായിട്ട് കുതിർന്നിട്ടാണ് കേട്ടോ ഉള്ളത്. ഇനി നമുക്ക് ഇത് അടുപ്പിലേക്ക് മാറ്റാം. എന്നിട്ട് ചെറിയ തീയിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പഴയ ഓടെടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് പാത്രം വെച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് വേവുന്നവരെ വെയിറ്റ് ചെയ്യാം. പാത്രത്തിൻ്റെ രീതിയൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ ഈ ഒരു കുക്ക് ചെയ്തിട്ടുന്ന ടൈമിൽ വ്യത്യാസം വരും കേട്ടോ. അങ്ങനെ നമ്മുടെ പാൽപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. 1.5 മണിക്കൂർ സമയം എടുത്തു കേട്ടോ ഇതൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് തണുത്തതിന് ശേഷം നമുക്കിതൊരു വേറൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റാം. അങ്ങനെ നമ്മുടെ മൊഞ്ചത്തി പാൽപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉള്ളിൽ നല്ല സോഫ്റ്റും സ്വീറ്റ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് നോമ്പിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡിഷാണ്. അപ്പോൾ മസ്റ്റായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മധുരം ഇഷ്ടമുള്ളവർക്ക് ഉറപ്പായിട്ടും ഈ ഒരു ഡിഷ് ഇഷ്ടപ്പെടും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലുള്ള നല്ല റെസിപ്പീസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.